الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد أحمده حمدا بلا أحد أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. الله ولي الذين آمنوا يخرجهم من الظلمات إلى النور والذين كفروا أولياءهم الطاغوت يخرجونهم من النور إلى الظلمات أولئك أصحاب النار هم فيها خالدون. പരിശുദ്ധമായ അല്ലാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ സഹോദരികളെ, സർവലോക രക്ഷിതാവായ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഒരു വിശുദ്ധ റമദാനിനെ സ്വീകരിക്കാനും ആ റമദാനിലെ പരിശുദ്ധമാക്കപ്പെട്ട മഹത്വങ്ങളേറെയുള്ള ഏതാനും ചില നോമ്പുകൾ പൂർത്തീകരിക്കാനും അല്ലാഹു നമുക്കെല്ലാവർക്കും അവസരം നൽകിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. റമദാനിന്റെ അവശേഷിക്കുന്ന രാവുകളെയും പകലുകളെയും ധന്യമാക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ റമദാനുകളിൽ നിന്നും വ്യത്യസ്തമായി ഈ തവണ റമദാനിന്റെ ഓരോ പ്രഭാതങ്ങളിലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല. നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത, നമ്മൾ ഇഷ്ടപ്പെടാത്ത വാർത്തകളാണ് ഓരോ ദിവസവും നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രായഭേദ വ്യത്യാസമില്ലാതെ ലഹരിയും മ്യൂസിക് ബാൻഡുകളും സിനിമകളും ലിബറൽ ചിന്തകളുമെല്ലാം ഈ സമൂഹത്തെ, പ്രത്യേകിച്ച് യുവതലമുറയെ പിടികൂടുകയും നമ്മുടെ കുടുംബങ്ങൾ പോലും കലാപഭൂമിയായി മാറിക്കൊണ്ടിരിക്കുന്ന വളരെ സങ്കടകരമായ ഒരവസ്ഥയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത്. സഹപാഠിയെ കൊന്ന് ലാഘവത്തോടെയും നിർഭയത്തോടെയും സോഷ്യൽ മീഡിയയിൽ ആ വാർത്തകൾ അല്ലെങ്കിൽ അത്തരത്തിൽ കമന്റുകൾ ഇടാൻ
നമ്മുടെ യുവതലമുറ വളർന്നു വന്നിരിക്കുന്നു എന്നുള്ളത് പേടിയോടുകൂടെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. പുതുതലമുറയിലെ ഒരു വിഭാഗത്തിന്റെ ഈ അബദ്ധസഞ്ചാരം, വഴിതെറ്റിയുള്ള യാത്ര, എങ്ങോട്ടാണ് എന്ന് മനസ്സിലാകാതെ, എന്താണ് പരിഹാരമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ രക്ഷിതാക്കളും മുതിർന്നയാളുകളും. എന്തിനു പറയണം, നമ്മുടെ കേരളത്തിലെ നിയമസഭ പോലും നിർത്തിവെച്ച് ഈ പ്രശ്നം അടിയന്തരമായി ചർച്ച ചെയ്യണം എന്ന് തീരുമാനിക്കുകയും ഇത്തരത്തിലുള്ള തിന്മകളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന് എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തെ രക്ഷപ്പെടുത്തുക എന്ന് മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾ നടത്തുകയും ചെയ്തത് കണ്ടവരാണ്. ഈ ഒരു സാഹചര്യത്തിൽ, ഇത്തരം ഒരു സന്ദർഭത്തിൽ, പ്രത്യേകിച്ച് വിശുദ്ധ റമദാനിൽ അവതീർണമായ ഖുർആനുമായി ബന്ധപ്പെട്ട ഏറെ ചർച്ചകൾ നടക്കുന്ന വിശ്വാസികൾ ഖുർആനിനെ ഗൗരവമായി കാണുന്ന ഈ സന്ദർഭത്തിൽ എന്തുണ്ട് പരിഹാരം, എവിടെയാണ് മനുഷ്യന് രക്ഷപ്പെടാനുള്ള വഴി എന്ന് അന്വേഷിക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ ഖുർആനിന് ചില പരിഹാരങ്ങൾ പറയാനുണ്ട്. വിശുദ്ധ ഖുർആനിന് ചില മാർഗനിർദ്ദേശങ്ങൾ ഈ സമൂഹത്തിന് മുമ്പിൽ വെക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിലാണ് ഖുർആൻ അവതരിപ്പിച്ചത് എന്ന് നമുക്കറിയാം. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. എന്തിനു വേണ്ടിയാണ് ഖുർആനിനെ അല്ലാഹു ഇറക്കിയത്? സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കാൻ, നന്മ ഏതാണ് തിന്മ ഏതാണ് എന്ന ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ റമദാനിൽ ഖുർആൻ അവതരിപ്പിച്ചു എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എന്ത് പ്രശ്നമുണ്ടോ ആ പ്രശ്നങ്ങൾക്കെല്ലാമുള്ള പരിഹാരം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിലേക്ക് ഈ സമൂഹം മടങ്ങുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനകളിലേക്ക് ഈ സമൂഹം മടങ്ങിയാൽ ഏതൊരാളും നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ്. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹാരം പറയുകയാണ്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. വല്ലാത്തൊരു വാചകമാണ്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. തീർച്ചയായും ഈ ഖുർആൻ ചൊവ്വായതിലേക്കാണ്, നേരായതിലേക്കാണ് വഴി നടത്തുന്നത്. എന്താണ് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം? ഈ ഖുർആൻ അവതരിപ്പിച്ച അല്ലാഹുവിലേക്കും റബ്ബ് അവതരിപ്പിച്ച ഖുർആനിലേക്കും മടങ്ങുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം. ഞാൻ ആമുഖമായി ഓതി കേൾപ്പിച്ച വചനം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ നമ്മളെ നയിക്കുന്നത് വെളിച്ചത്തിലേക്കാണ്. അല്ലാഹു നമ്മളെ വിളിക്കുന്നത് വെളിച്ചത്തിലേക്കാണ്. അല്ലാഹു വലിയുൽ ലദീന ആമനു യുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ. ദുലുമാത്തിൽ നിന്ന്, ഇരുട്ടുകളിൽ നിന്ന്, അധാർമികതകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തെ വിളിക്കുന്നത് വെളിച്ചത്തിലേക്കാണ്. എന്നാൽ ഇരുട്ടിന്റെ ശക്തികളോ അധാർമികതയുടെ ആളുകളോ അവര് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് വല്ലദീന കഫറൂ ഔലിയാഹുമുത് താഗൂത്ത് യുഖ്രിജൂനഹും മിനന്നൂരി ഇലദ്ദുലുമാത്. വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്കാണ്. നമ്മൾ ആരുടെ കൂടെയാണ് ചേർന്ന് നിൽക്കേണ്ടത്? ഈ സമൂഹം രക്ഷപ്പെടണമെങ്കിൽ വെളിച്ചത്തിലേക്ക് വിളിക്കുന്ന വേദഗ്രന്ഥത്തിന്റെ കൂടെ ചേർന്ന് നിൽക്കുക എന്നുള്ളത് മാത്രമാണ് പരിഹാരം. ഇവിടെ വിശ്വാസികൾ എന്ന നിലയിൽ, പ്രത്യേകിച്ച് റമദാനിൽ ജീവിക്കുന്ന ആളുകൾ എന്ന നിലയിൽ നമുക്ക് ചില കടമകളുണ്ട്. അതിലൊന്ന്, വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസത്തിൽ നാം ഈ ഖുർആൻ പഠിക്കുകയും ഇതിന്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുകയും വേണം. ഖുർആനെ കുറിച്ച് അറിയാത്ത ഒട്ടനവധി ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. നമ്മൾ ഖുർആനിന്റെ ആളുകളാണ്, നമ്മൾ ഖുർആനിനെ അംഗീകരിക്കുന്ന ആളുകളാണ്. അപ്പൊ നമ്മുടെ കടമ വിശുദ്ധ ഖുർആൻ പഠിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നാം പഠിക്കുന്ന, നാം വേദഗ്രന്ഥമായി മനസ്സിലാക്കിയ ഖുർആനിനെ മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വ കിതാബുൻ മുബീൻ. വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം സൂറത്ത് മാഇദ 15-ാമത്തെ ആയത്താണ്. എന്താ അല്ലാഹു പറയുന്നത്? നിങ്ങൾക്കിതാ അല്ലാഹുവിൽ നിന്ന് ഒരു പ്രകാശവും വ്യക്തമായ ഒരു ഗ്രന്ഥവും വന്നിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ ഒരു പ്രകാശമാണ്. അവ്യക്തതകളില്ലാത്ത, സംശയമില്ലാത്ത, അബദ്ധങ്ങളില്ലാത്ത, തെറ്റുകൾ കണ്ടെത്താൻ സാധിക്കാത്ത വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അത് ഖുർആനിന്റെ പ്രത്യേകതയാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയങ്ങൾ എന്തൊക്കെയുണ്ട് എന്ന് പരിശോധിച്ചാൽ നമ്മൾ പറയും മദ്യപാനമുണ്ട്, ലഹരിയുണ്ട്. ലഹരി കടിമപ്പെട്ടുകൊണ്ടാണ് ആളുകൾ ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ പലിശയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് സമൂഹത്തിൽ. അല്ലെ, പലിശയുമായി ബന്ധപ്പെട്ട് ആളുകൾ ആ കെണിയിൽ അകപ്പെട്ട് പിന്നെ അവർ പല തരത്തിലുള്ള തോന്നിവാസങ്ങൾ കാണിക്കുന്നു, ആത്മഹത്യകൾ ചെയ്യുന്നു, സമൂഹത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നു.
ഏത് പ്രശ്നമുണ്ടോ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെല്ലാം തിന്മകളുണ്ടോ, ഏറ്റവും കൂടുതൽ സജീവ ചർച്ചയായി കൊണ്ടിരിക്കുന്ന വിഷയമാണ് ലഹരിയും മ്യൂസിക്കും എന്നുള്ളത്. സഹോദരങ്ങളെ, സഹോദരികളെ, ഈ തിന്മകളുടെ മുമ്പിൽ വിശുദ്ധ ഖുർആനിന്റെ നിലപാട് എന്താണ് എന്ന് പരിശോധിച്ചാൽ, വിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞ നിലപാടുകളിലേക്ക് ആളുകൾ വരികയാണ് എങ്കിൽ പ്രശ്നത്തിനുള്ള പരിഹാരമാണ്. ലഹരിയാണ് പ്രശ്നമെങ്കിൽ ഖുർആൻ അവിടെ ഒരു കാഴ്ചപ്പാടുണ്ട്. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. ഖുർആനിന്റെ നിലപാടാണ്, ഖുർആനിന്റെ കൽപ്പനയാണ്. ഈ സമൂഹത്തെ നേരിലേക്ക് നയിക്കാൻ അവതരിച്ച ഗ്രന്ഥം പറയുന്നു മദ്യത്തിൽ നന്മയില്ല എന്നാണ്, മദ്യം നിഷിദ്ധമാണ് എന്നാണ്. മദ്യപാനം, ചൂതാട്ടം, പ്രശ്നം വെച്ച് നോക്കൽ, ഇങ്ങനെ പല തിന്മകളെയും ഖുർആൻ എതിർക്കുകയാണ്. അതാണ് ഖുർആനിന്റെ ഭംഗി എന്ന് പറയുന്നത്. മനുഷ്യരെ നന്മയിലേക്ക് വഴി നടത്തുന്ന ഗ്രന്ഥം, മനുഷ്യരെ നേരിലേക്ക് വിളിക്കുന്ന ഗ്രന്ഥം. പ്രശ്നങ്ങളുടെ കാരണം എന്താണ്? മദ്യമാണ്, ലഹരിയാണ് എന്നെല്ലാവരും അംഗീകരിക്കുന്നു. ആ ലഹരിയിൽ നിന്ന് മനുഷ്യൻ മോചിതനാകുമ്പോഴാണ് മനുഷ്യന് സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുന്നത്. അതേപോലെ ഇന്ന് ചർച്ച ചെയ്യുന്നു വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മ്യൂസിക് ബാൻഡുകൾ മനുഷ്യരെ തെറ്റിലേക്ക് കൊണ്ടുപോകുന്നു. നമ്മുടെ യുവതലമുറ അതിന്റെ പിറകിലാണ്, അവർ അതിന്റെ ജ്വരത്തിലാണ്. നോക്കൂ നിങ്ങൾ, ഇസ്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചു, വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മ്യൂസിക് ഉപേക്ഷിക്കണം, അത് ഹറാമാണ്, നിഷിദ്ധമാണ് എന്ന് ഇസ്ലാമിന്റെ കൽപ്പന കാണാൻ സാധിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് തന്നെ എന്തിനാണ് എന്ന് വിശദീകരിക്കുന്ന സ്ഥലത്ത് അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മ്യൂസിക് പാട്ടുകൾ അത് നിഷിദ്ധമാണ് എന്ന് പഠിപ്പിക്കാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമിയിലേക്ക് വന്നത്. മനുഷ്യരെ തിന്മയിലേക്ക് കൊണ്ടുപോകുന്ന, അധാർമികതയിലേക്ക് കൊണ്ടുപോകുന്ന എല്ലാ വഴികളും ഇസ്ലാം അടക്കുകയാണ്. അതുകൊണ്ടാണ് ഖുർആനാണ് പരിഹാരമെന്ന് നമ്മൾ പറയുന്നത്. ഖുർആൻ അവതരിപ്പിച്ച റബ്ബിലേക്ക് മടങ്ങലാണ് പരിഹാരമെന്ന് നമ്മൾ പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഖുർആൻ പകർന്നു നൽകിയ വിശ്വാസം നമ്മൾ ഉൾക്കൊള്ളണം. അതോടൊപ്പം തന്നെ അത് പങ്കുവെക്കാൻ നമ്മൾ തയ്യാറാകണം. വിശുദ്ധ ഖുർആൻ നമുക്ക് പകർന്നു നൽകിയ ചില വിശ്വാസപരമായ ധൈര്യങ്ങളുണ്ട്. ഖുർആൻ അംഗീകരിച്ച ആളുകളുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഒന്നവർ നിർഭയരായി. വിശുദ്ധ ഖുർആനെ സ്വീകരിച്ച ആളുകൾ, വിശുദ്ധ ഖുർആനെ നെഞ്ചേറ്റിയ ആളുകൾ, അവർ നിർഭയരായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് പറഞ്ഞ വാചകം എന്താ? ഖുൽ നഹ്ബിതു ബിഹാ ജമീഅ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. തുടരെ പ്രവാചകന്മാരെ നിയോഗിച്ചുകൊണ്ടേയിരിക്കും. ആ പ്രവാചകന്മാരെ ആരാണോ പിൻപറ്റുന്നത് അവർ ദുഃഖിക്കേണ്ടി വരികയില്ല, അവർ പ്രയാസപ്പെടേണ്ടി വരികയില്ല. നോക്കൂ നിങ്ങൾ, പ്രവാചകന്മാർ കൊണ്ടുവന്ന സന്ദേശങ്ങൾ ആരാണോ സ്വീകരിക്കുന്നത് അവർ നിർഭയരായി. വിശുദ്ധ ഖുർആനെ നെഞ്ചേറ്റിയ മനുഷ്യൻ അവന് പ്രയാസങ്ങൾ ഉണ്ടാവില്ല. അതിന്റെ അർത്ഥം എന്താ? അവന് പരീക്ഷണങ്ങൾ ഉണ്ടാവില്ല എന്നല്ല, മറിച്ച് അവന് സമാധാന രോഗമുണ്ടോ അവൻ ക്ഷമിക്കും, അവനറിയാം ഇതൊരു പരീക്ഷണമാണ്. സാമ്പത്തികമായി ഞെരുക്കമുണ്ടോ അവനറിയാം ഇതൊരു പരീക്ഷണമാണ്, നാളെ ഒരു പരലോകം വരാനുണ്ട്. ഖുർആനിനെ നെഞ്ചേറ്റിയ ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ എന്തുണ്ടാകും? നിർഭയത്വം ഉണ്ടാകും. രണ്ടാമത്, വിശുദ്ധ ഖുർആനിനെ നെഞ്ചേറ്റിയ ആളുകൾ അവർ അല്ലാഹുവിന്റെ കൽപ്പനകൾ ലംഘിക്കൂല, അല്ലാഹുവിന്റെ കൽപ്പനകളെ അവർ സ്വീകരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങളെ ജീവിതത്തിലേക്ക് അവർ കൊണ്ടുവരും. അല്ലാഹു വിരോധിച്ച കാര്യങ്ങൾ അവർ ജീവിതത്തിൽ ഒഴിവാക്കും. ഇന്ന് സമൂഹത്തിൽ കാണുന്ന തിന്മകൾ അത് തിന്മകളാണ്, ഖുർആൻ തിന്മയാണ് എന്ന് പഠിപ്പിച്ച കാര്യമാണ്. നമ്മൾ ഖുർആനിന്റെ ആളുകൾ എന്ന നിലയിൽ അഭിമാനം കൊള്ളേണ്ട ഒരു വിഷയം അറിയാം. ലോകത്ത് എന്തൊക്കെ തിന്മകളുണ്ടോ അതൊക്കെ തിന്മയാണ് എന്ന് പഠിപ്പിച്ച വേദഗ്രന്ഥമാണ് ഖുർആൻ. ലോകത്ത് എന്തൊക്കെ നന്മകളുണ്ടോ അത് നന്മയാണ് എന്ന് പഠിപ്പിച്ച ഗ്രന്ഥമാണ് ഖുർആൻ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം നന്മയാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ലോകാവസാനം വരെ നന്മയാണ്, ലോകാവസാനം വരെ നന്മയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം തിന്മയാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ലോകാവസാനം വരെ തിന്മയായിരിക്കും. എന്തുകൊണ്ട്? തൻസീലും മിർ റബ്ബിൽ ആലമീൻ, ഇത് മനുഷ്യൻ എഴുതി ഉണ്ടാക്കിയതല്ല, മറിച്ച് ലോകരക്ഷിതാവായ അല്ലാഹു അവതരിപ്പിച്ചതാണ് ഈ വേദഗ്രന്ഥം. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനകൾ ഖുർആൻ നെഞ്ചേറ്റിയ ആളുകൾ എന്ത് ചെയ്യില്ല? ലംഘിക്കൂല. അപ്പൊ നമ്മൾ നമ്മളോട് ചോദിക്കണം, ഖുർആൻ അവതീർണമായ ഖുർആൻ കൂടുതൽ പാരായണം ചെയ്യാൻ സമയം കണ്ടെത്തുന്ന ഈ സന്ദർഭത്തിൽ നമ്മൾ വിശ്വാസികളാണ്. ഖുർആനിന്റെ കൽപ്പനകളെ നെഞ്ചേറ്റാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? ഖുർആൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? ലഹരി പാടില്ല എന്ന് പറഞ്ഞു നമ്മൾ അംഗീകരിക്കുന്നു, വ്യഭിചരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു നമ്മൾ അംഗീകരിക്കുന്നു, എല്ലാ കൽപ്പനകളും നമ്മൾ സ്വീകരിക്കുന്നു. എന്നാൽ ഖുർആൻ തിന്മയാണ് എന്ന് പഠിപ്പിച്ച പലിശയുമായി ബന്ധപ്പെടുന്ന മുസ്ലിങ്ങൾ ഇന്നുമുണ്ട്.
അവരെങ്ങനെയാണ് ഖുർആനിനെ നെഞ്ചേറ്റിയ ആളുകളാകുന്നത്? മാതാപിതാക്കളോട് നെറികേട് കാണിക്കുന്ന മക്കളുണ്ട്, അവരെങ്ങനെയാണ് ഖുർആനിനെ നെഞ്ചേറ്റിയ ആളുകളാകുന്നത്? അയൽവാസികളോട് മാന്യമായി പെരുമാറാത്തവരുണ്ട്, അവരെങ്ങനെയാണ് ഖുർആനിനെ നെഞ്ചേറ്റിയ ആളുകളായി മാറുന്നത്? അതുകൊണ്ട് തന്നെ ഖുർആനിനെ നെഞ്ചേറ്റിയ ആളുകൾ എന്ത് ചെയ്യും? അവർ അല്ലാഹുവിന്റെ കൽപ്പനകളെ അംഗീകരിക്കും. അതോടൊപ്പം തന്നെ അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം, തെറ്റുകളിൽ നിന്ന് എന്ത് ചെയ്യും? അകന്നു നിൽക്കാൻ അവരെ പ്രേരിപ്പിക്കും. وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. വിശുദ്ധ ഖുർആൻ കൃത്യമായി കൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ സ്ഥാനത്തെ ഭയപ്പെട്ടുകൊണ്ട് മനസ്സിന്റെ ഇച്ഛകളെ പിടിച്ചു വെക്കുന്നവരാരാണോ അവർക്ക് സ്വർഗ്ഗമുണ്ട് എന്നാണ്. നമ്മൾ അങ്ങനെയാകണം. ഇത് ഖുർആനിന്റെ കൽപ്പനയാണ്, ഖുർആൻ പറഞ്ഞ കാര്യമാണ്. അല്ലാഹുവിനെ പേടിച്ച് അവന്റെ സ്ഥാനത്തെ ഭയപ്പെട്ട് തിന്മകളിൽ നിന്ന് മാറി നിൽക്കേണ്ട ആളുകളാണ് നമ്മൾ, ഖുർആനിന്റെ ആളുകൾ. അതുകൊണ്ട് തന്നെ ഖുർആനിന്റെ ആളുകളായ നമ്മൾ എന്ത് ചെയ്യണം? ഖുർആൻ പകർന്നു നൽകിയ വിശ്വാസ പാഠങ്ങൾ ഉൾക്കൊള്ളണം. അതിലൂടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം തന്നെ മൂന്നാമത്തെ പോയിന്റ്, ഖുർആൻ സമൂഹത്തെ സ്വാധീനിക്കണമെങ്കിൽ അതിന്റെ ആശയവും അതിന്റെ വ്യാഖ്യാനവും നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഏറ്റവും വലിയ പ്രശ്നം എവിടെയാണ്? നമുക്ക് ഖുർആൻ ഓതാൻ അറിയാം, പല ആളുകൾക്കും ഖുർആൻ വായിക്കാൻ അറിയാം, പക്ഷെ ഖുർആനിന്റെ ഉള്ളിൽ എന്താണുള്ളത് അത് പലർക്കും അറിയില്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല, വിമർശിക്കുന്നതല്ല. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ അല്ലാഹു അവതരിപ്പിച്ചത് ഖുർആനിലെ സൂറത്ത് മുഹമ്മദിലെ 24-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഈ ഖുർആൻ എന്തിനാ ഇറങ്ങിയത്? ഈ ഖുർആനിനെ കുറിച്ച് അവർ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ലേ എന്നുള്ളതാണ് ചോദ്യം. ഖുർആൻ പഠിക്കാനുള്ളതാണ്, ഖുർആനിന്റെ ആശയം പഠിക്കാനുള്ളതാണ്. ഒരു കവി പറഞ്ഞു, ഒരു മനുഷ്യന്റെ മനസ്സിന് ബാധിച്ച രോഗങ്ങൾ അത് മാറാനുള്ള മരുന്ന് 5 എണ്ണമാണ്. അതിലൊന്നെന്താ അറിയോ? ഖുർആനിന്റെ ആശയം പഠിച്ചിട്ടെത്തിയ ഖുർആന്റെ ഖിറാഅത്ത് അല്ല, ഖിറാഅത്തിന്റെ കൂടെ എന്താണ് ഈ ഖുർആനിൽ പറയുന്നത് എന്ന് മനസ്സിലാക്കുക, ഖുർആനിന്റെ ആശയം ഉൾക്കൊള്ളണം. നമ്മൾ അതിന് സമയം കണ്ടെത്തണം. പ്രത്യേകിച്ച് റമദാനിൽ ഖുർആൻ ഇറങ്ങിയ ഈ മാസത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഖുർആനിന്റെ ആശയ പഠനത്തിന് വേണ്ടി പ്രത്യേകം നമ്മൾ സമയം കണ്ടെത്തണം. ഈ ഇരിക്കുന്ന പള്ളിയിൽ ഇരിക്കുന്ന മഹാഭൂരിപക്ഷം ആളുകൾക്ക് വീടുണ്ട്, എല്ലാവരും വീടുള്ള ആളുകളാണ്. നമ്മുടെ സ്വപ്നം കണ്ട, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വപ്നം കണ്ട പലതും നേടിയ ആളുകളാണ്. ഒരു കുടുംബമുണ്ട്, അതേപോലെ തന്നെ ജോലിയുണ്ട്, മറ്റുള്ള സൗകര്യങ്ങളെല്ലാം നമുക്കുണ്ട്, അല്ലേ? എന്നാൽ സഹോദരങ്ങളെ, നമ്മുടെ അധ്വാനത്തിന്റെ ഫലമായി, നമ്മുടെ പരിശ്രമത്തിന്റെ ഫലമായി ദുനിയാവിൽ പലതും നമ്മൾ നേടി, പലതും നമ്മൾ സ്വന്തമാക്കി. നമ്മൾ കബറിൽ പോയി കിടക്കേണ്ട ആളുകളാണ്. കബറിൽ ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഖുർആനിനെ മുന്നിൽ വെച്ച് പഠിക്കാൻ എത്ര ആളുകൾക്ക് സമയം കിട്ടിയിട്ടുണ്ട്? ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ട ചോദ്യമാണ്, ദുനിയാവിലെ സൗകര്യങ്ങളെല്ലാം വാരിക്കൂട്ടിയ സ്വന്തമാക്കിയ നമ്മളിൽ ആരൊക്കെ ഖുർആനിനെ മുന്നിൽ വെച്ച് ഖബറിലേക്കുള്ള വിഭവം ഒരുക്കിയിട്ടുണ്ട്? നമ്മളെ മാനി മൗലവിയുടെ തഫ്സീർ വായിക്കാൻ സമയം കണ്ടെത്തിയിട്ടുണ്ട്. അമ്മ ജുസൈന്റെ പരിഭാഷയെങ്കിലും വായിച്ചു തീർക്കാനും അതിന്റെ ആശയങ്ങൾ പഠിക്കാനും നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ? ആത്മാർത്ഥമായി ആലോചിക്കേണ്ട, ചിന്തിക്കേണ്ട കാര്യമാണ്. ഒരായുസ് ലഭിച്ചിട്ട് 60, 70, 80 ഒക്കെ വർഷം ജീവിക്കാൻ അവസരം കിട്ടിയിട്ട് ഒരു തവണ പോലും വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷ വായിച്ചു തീർക്കാൻ പറ്റാത്തവരാണ് നമ്മളെങ്കിൽ നമ്മളെങ്ങനെ ഖുർആന്റെ ആളുകളാകുന്നത്? നമ്മളെങ്ങനെയാണ് ഖുർആനിന്റെ ആളുകളാണ് എന്ന് പറയാൻ സാധിക്കുന്നത്? അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ അവതീർണമായ ഈ മാസത്തിൽ നമുക്ക് ചില ദൗത്യങ്ങളുണ്ട്, ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഖുർആനിനെ പഠിക്കുന്ന, മനസ്സിലാക്കുന്ന ആളുകളാകണം. ആയത്തുൽ കുർസി എല്ലാവർക്കും അറിയാം, കാണാതെ അതിന്റെ ആശയം അറിയും. മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും അഅ്ളമായ ആയത്താണ് എന്ന് പഠിപ്പിച്ച ആയത്താണ് ആയത്തുൽ കുർസി. എത്ര മഹത്വമുണ്ട് അതിന്, എത്ര പ്രത്യേകതകളുണ്ട് അതിന്. സൂറത്തുൽ ഇഖ്ലാസ് വിശുദ്ധ ഖുർആനിലെ 112-ാമത്തെ അധ്യായം എത്ര ചെറിയ അധ്യായമാണ്. ആ അധ്യായത്തിന്റെ മഹത്വങ്ങൾ എത്രയാണ്, ശ്രേഷ്ഠതകൾ എത്രയാണ്. ഈ 2 ആയത്തുകളും, ആയത്തുൽ കുർസിയും സൂറത്തുൽ ഇഖ്ലാസും നിത്യജീവിതത്തിൽ പല സമയങ്ങളിൽ പാരായണം ചെയ്യണം. അത് കൃത്യമായി അറിയുന്ന ആളുകളാണോ നമ്മൾ? അത് പഠിക്കാൻ നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടോ? നമ്മൾ ഖുർആന്റെ ആൾക്കാരാണ്. നമ്മൾ പറയും ഞാൻ ഖുർആന്റെ ആളാണ്. എന്നാൽ ഖുർആനുമായി ബന്ധപ്പെട്ട പലതും പഠിക്കാനും മനസ്സിലാക്കാനും നമ്മളിൽ പല ആളുകൾക്കും സമയം കണ്ടെത്തിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ട് അറിയോ? ഖുർആനിന്റെ ആത്മീയമായ മാധുര്യം നുകരാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഖുർആന്റെ ആത്മീയമായ മാധുര്യം
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന കാലഘട്ടം നോക്കൂ നിങ്ങൾ. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പല തിന്മകളും നിറഞ്ഞാടിയ ഒരു സമൂഹത്തിലേക്കാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നത്. ആ സമൂഹത്തിന്റെ ചെളി പുരണ്ട ഹൃദയത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആൻ കൊണ്ട് കഴുകി വൃത്തിയാക്കി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ചെളി പുരണ്ട ഹൃദയങ്ങളെ ഖുർആൻ കൊണ്ടാണ് ചികിത്സിച്ചത്. എന്തേ ആ ഖുർആൻ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങാത്തത്? എന്തേ ആ ഖുർആൻ നമ്മുടെ ഹൃദയത്തെ മാറ്റിമറിക്കാത്തത്? മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകമുണ്ട്, വിശുദ്ധ ഖുർആൻ, ആ വിശുദ്ധ ഖുർആൻ നമ്മുടെ ഹൃദയം ശുദ്ധമാണ് എങ്കിൽ, നമ്മുടെ ഹൃദയം പരിശുദ്ധിയുള്ളതാണ് എങ്കിൽ, ചെളിപുരലാത്തതാണ് എങ്കിൽ, ഖുർആനിന്റെ പാരായണം എത്ര ഓതിയാലും എത്ര പാരായണം ചെയ്താലും മതിവരാത്ത ആളുകളാകും നമ്മളെന്നാണ്. നമുക്ക് മടുക്കാണ് ഖുർആൻ ഓതുമ്പോൾ, അല്ലെ? പ്രയാസം തോന്നാണ്. എന്തുകൊണ്ടാണ്? നമ്മുടെ ഹൃദയത്തിൽ ചെളി പുരണ്ടിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ് ഖുർആൻ പാരായണം ചെയ്യാൻ, പഠിക്കാൻ. കഴിഞ്ഞ റമദാനിൽ ഖുർആൻ പാരായണം ചെയ്ത് പൂർത്തിയാക്കി. ആ റമദാൻ കഴിഞ്ഞത് അടുത്ത റമദാൻ എത്തി. ഇതിന്റെ ഇടയിൽ, ഈ 11 മാസത്തിന്റെ ഇടയിൽ എന്തായിരുന്നു ഖുർആൻ നമ്മൾ തമ്മിലുള്ള ബന്ധം? നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുർആനിൽ ഖുർആന ഫീ കുല്ലി ശഹർ, എല്ലാ മാസത്തിലും ഖുർആൻ പൂർണ്ണമായി ഓതണം. റമദാനിൽ മാത്രമല്ല, എല്ലാ മാസത്തിലും. റമദാൻ കഴിഞ്ഞ് 11 മാസക്കാലം കിട്ടിയിട്ട് ഒരു തവണ പോലും ഓതി തീർക്കാൻ നമ്മളിൽ മഹാഭൂരിപക്ഷം ആളുകൾക്ക് പറ്റിയിട്ടില്ല. മഹാഭൂരിപക്ഷത്തിനും പറ്റിയിട്ടില്ല. നമ്മളാ ഖുർആന്റെ ആൾക്കാരെന്ന് പറയുന്നത്, നമ്മളാണ് ഖുർആനിന്റെ ആളുകളാണ് എന്ന് പറയുന്നത്. മുൻഗാമികളായ ആളുകൾ, മഹാനായ സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം റമദാൻ സമാഗതമായാൽ അദ്ദേഹം മറ്റുള്ള ഇബാദത്തുകൾ പോലും, ഐച്ഛികമായ ഇബാദത്തുകൾ പോലും മാറ്റിവെച്ച് ഖുർആനിന്റെ പാരായണത്തിന് വേണ്ടി ഇരിക്കുന്ന ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, മദീനയിലെ മഹാപണ്ഡിതൻ, അദ്ദേഹം റമദാൻ സമാഗതമായാൽ അദ്ദേഹം ദർസ് ഒഴിവാക്കും. മഹാപണ്ഡിതനാണ് അദ്ദേഹം, ഒരുപാട് ദർസ് അദ്ദേഹത്തെ, അതൊക്കെ ഒഴിവാക്കി അദ്ദേഹം ചെയ്യും ഖുർആനിന്റെ പാരായണത്തിന് വേണ്ടി അദ്ദേഹം ഒഴിഞ്ഞിരിക്കുമെന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആനുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം എന്ന് നമ്മൾ തിരിച്ചറിയണം. അതേപോലെ തന്നെ ഖുർആനിന്റെ ആത്മീയമായ അനുഭൂതിയുണ്ട്. ആ ആത്മീയമായ അനുഭൂതി ആസ്വദിക്കുന്ന ആളുകളാകാൻ നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം, നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. ആ ആത്മീയമായ അനുഭൂതി നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. മഹാപണ്ഡിതനായ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, തഫഖദുൽ ഹലാവത ഫീ തലാത്തി, 3 കാര്യങ്ങളിൽ നിങ്ങൾ മാധുര്യം അന്വേഷിക്കുന്നു. 3 കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ മാധുര്യം അന്വേഷിക്കുന്നവരാണ് എങ്കിൽ 3 കാര്യങ്ങളിൽ ആ മാധുര്യം നിങ്ങൾ തേടിക്കൊള്ളുക. ഒന്നെന്താ? ഫിസ്സലാഹ്, നമസ്കാരമാണ്. അതേപോലെ തന്നെ ഖുർആൻ, വിശുദ്ധ ഖുർആന്റെ പാരായണമാണ്. അതേപോലെ തന്നെ ദിക്റാണ്. ഈ 3 നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നിസ്കാരം ഉണ്ടാകണം, വിശുദ്ധ ഖുർആന്റെ പാരായണം ഉണ്ടാകണം, അതേപോലെ തന്നെ ദിക്ർ ഉണ്ടാകണം. ഇത് 3 നമ്മുടെ ജീവിതത്തിൽ കൃത്യമായിട്ടുണ്ട് എങ്കിൽ ജീവിതത്തിൽ മാധുര്യം നുകരാൻ സാധിച്ച ആൾക്കാരാണ് നമ്മൾ. അതിന്റെ അതേ രീതിയിൽ ഖുർആൻ പാരായണം ചെയ്യേണ്ടതുപോലെ ചെയ്യണം, നിസ്കരിക്കേണ്ടതുപോലെ നിസ്കരിക്കണം, ദിക്ർ എടുക്കേണ്ടതുപോലെ ദിക്ർ എടുക്കണം. അങ്ങനെയാണ് എങ്കിൽ അതിന്റെ മാധുര്യം നുകർന്ന ആളുകളാകും നമ്മൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ഖുർആനിന്റെ മധു നുകരുന്ന, ഖുർആനുമായി ബന്ധം സ്ഥാപിക്കുന്ന, ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الذي علم بالقلم علم الإنسان ما لم يعلم والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد. ഒരിക്കൽ കൂടെ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസത്തിൽ വിശുദ്ധ ഖുർആനാണ് നമ്മൾ നെഞ്ചോട് ചേർക്കേണ്ടത്. എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഖുർആനാണ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഏതാനും കാര്യങ്ങൾ മനസ്സിലാക്കിയത്. ഖുർആനിനെ സ്വീകരിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ സമൂഹത്തിന് നന്മയായി. ഖുർആൻ ഉൾക്കൊണ്ട, ഖുർആനിന്റെ മാധുര്യം അനുഭവിച്ച ഒരു മനുഷ്യൻ, അയാൾ നല്ലൊരു ഭർത്താവായിരിക്കും. ഭാര്യയെ ഉപദ്രവിക്കാത്ത, മക്കളെ പരിഗണിക്കുന്ന ഒരു നല്ല കുടുംബനാഥനാകണമെങ്കിൽ വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. സഹപാഠിക്ക് മരണം വിധിക്കുന്നതിന് പകരം സഹപാഠിയെ ചേർത്ത് പിടിക്കുന്ന ഒരു നല്ല വിദ്യാർത്ഥിയാകാൻ,
വിശുദ്ധ ഖുർആൻ പഠിച്ച ഒരാൾക്ക് സാധ്യമാകും. വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട ഒരാൾക്ക് ഒരിക്കലും തന്റെ സഹപാഠിയുടെ ശരീരത്തിലേക്ക് കടാര കുത്തിയിറക്കാൻ, അവന്റെ തല അടിച്ചു പൊളിക്കാൻ ഒരു വിദ്യാർത്ഥിക്ക് സാധ്യമാവുകയില്ല. അതേപോലെ തന്നെ ഖുർആൻ പഠിച്ച ആളുകൾ പാവങ്ങൾക്ക് താങ്ങാവും. അവര് പ്രയാസപ്പെടുന്നവരെ സഹായിക്കും. ബുദ്ധിമുട്ടുന്ന ആളുകൾ ഉണ്ട് എന്നറിഞ്ഞാൽ അവരെ അന്വേഷിച്ച് കണ്ടെത്തും. ഖുർആൻ പഠിക്കുന്ന, ഖുർആനുമായി ജീവിക്കുന്ന ആളുകൾക്ക് ഒട്ടനവധി ഗുണങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വിശ്വാസികളായ ആളുകൾ ആ ഗുണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാനാണ് പരിശ്രമിക്കേണ്ടത്. വിശുദ്ധ ഖുർആനിൽ ധാരാളം കൽപ്പനകളുണ്ട്. പ്രത്യേകിച്ച് റമദാൻ മാസവുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങളുണ്ട്. വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും അല്ലാഹു പറയുന്ന കാര്യമാണ് പാവപ്പെട്ട ആളുകളെ, ബുദ്ധിമുട്ടുന്ന ആളുകളെ, പ്രയാസപ്പെടുന്നവരെ സഹായിക്കുക എന്നുള്ളത്. നമ്മൾ ആ സ്വഭാവം ഉണ്ടാക്കിയെടുക്കേണ്ട ആൾക്കാരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റമദാനിലെ ജീവിതം വിശദീകരിക്കുമ്പോൾ റസൂലുള്ളാഹിയെ കുറിച്ച് പറയുന്നത് കാന അജ്വദുൻ നാസ്, ജനങ്ങളിൽ അങ്ങേയറ്റം ഉദാരനായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങേയറ്റം ദാനശീലനായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്താണ്? ഖുൽഖുഹു അൽ ഖുർആൻ, ഖുർആനാണ് പ്രവാചകന്റെ സ്വഭാവം. ആ ഖുർആനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല ധർമ്മിഷ്ഠനാക്കിയത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു വന്നാൽ പ്രവാചകൻ ഇല്ല എന്ന് പറയില്ല എന്നാണ്, എന്തെങ്കിലുമൊക്കെ അവർക്ക് കൊടുക്കും. പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എടുത്തു വെക്കരുത്, സമ്പാദ്യങ്ങൾ നിങ്ങൾ ശേഖരിച്ചു വെക്കരുത്, അർഹരായ ആളുകൾക്ക് നിങ്ങൾ കൊടുക്കണം. ഞാൻ ഈ വാചകങ്ങൾ പറയാൻ കാരണം നമ്മൾ വിശുദ്ധ റമദാനിലാണ്, പ്രവാചകന്റെ ചര്യയെ സ്വീകരിക്കേണ്ട ആൾക്കാരാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ റമദാനിൽ കഴിവിന്റെ പരമാവധി ദാനധർമ്മങ്ങൾ നിർവഹിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ ഒന്ന്, പരലോകത്ത് നമുക്ക് വമ്പിച്ച പ്രതിഫലമുണ്ടാകും. നമ്മൾ ഭരിച്ചാലും നമുക്കതിന്റെ അഫറുകൾ ഉണ്ടാകും, അടയാളങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ റമദാനിനെ ഫലപ്രദമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, ഖുർആനികമായ ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അവര് ചെയ്യേണ്ട കാര്യമാണ് നമ്മുടെ സമ്പത്തിൽ നിന്ന് അർഹരായ ആളുകൾക്ക് വിനിയോഗിക്കുക എന്നുള്ളത്. ഇന്ന് നമുക്കൊരു അവസരമുള്ളത്, നമ്മുടെ കണ്ണൂർ ജില്ലയിലെ തന്നെ സമീപ പ്രദേശമായ കൂടാളിയിൽ ഒരു സെലഫി സെന്റർ സ്ഥാപിച്ചു. ഏകദേശം 45 ലക്ഷം രൂപ അവർക്ക് കടബാധ്യതയുണ്ട്. ആ പള്ളിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 45 ലക്ഷം രൂപയോളം കടബാധ്യതയുണ്ട്. നമ്മുടെ ചില സഹോദരങ്ങളിൽ നിന്ന് കടം വാങ്ങിയാണ് ആ പള്ളി അവിടെ നിർമ്മിച്ചിരിക്കുന്നത്. 3-4 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നടുവിലാണ് ആ പള്ളിയുള്ളത്. ഏകദേശം 7000-ഓളം അല്ലെങ്കിൽ 5000-ന്റെയും 7000-ന്റെയും ഇടയിൽ വിദ്യാർത്ഥികൾ ആ സ്ഥാപനങ്ങളിൽ, കോളേജുകളിലും സ്കൂളുകളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആ പള്ളിയിലെ പ്രധാന ശ്രോതാക്കൾ കുട്ടികളാണ്, വളർന്നു വരുന്ന തലമുറയാണ്. നമ്മൾ ആരെക്കുറിച്ചാണ് ഭയപ്പെടുന്നത്? നമ്മുടെ കുട്ടികളെ കുറിച്ചാണ്. ആ കുട്ടികളാണ് ആ പള്ളിയിൽ മഹാഭൂരിപക്ഷം വരുന്നത്. അതുകൊണ്ട് തന്നെ നാളെയുടെ തലമുറയെ വാർത്തെടുക്കാൻ ആ പള്ളിയുടെ മിമ്പറിന് സാധിക്കും, ആ പള്ളിയുടെ പ്രവർത്തനങ്ങൾക്ക് കഴിയും. അതുകൊണ്ട് തന്നെ ആ സഹോദരങ്ങൾ നമ്മളെ സമീപിച്ചവരെ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ റമദാനിലെ 1ാമത്തെ വെള്ളിയാഴ്ച നമ്മൾ മനസ്സറിഞ്ഞ് അവരുടെ ബാധ്യത പരിഹരിക്കാൻ എന്താണ് നമുക്ക് കഴിയുക? എന്താണ് നമ്മുടെ പോക്കറ്റിന്, സാധാരണ നമ്മുടെ പ്രഭാഷകർ പറയാറുള്ളത് പോലെ, നമ്മുടെ പോക്കറ്റിന് വേദന തോന്നുന്ന, എന്നാൽ പരലോകത്ത് നമുക്ക് സന്തോഷമുണ്ടാക്കുന്ന, ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, പ്രയാസമുണ്ടാകുമ്പോൾ ആ പ്രയാസത്തിന്റെ സമയത്ത് മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു നന്മയാക്കിയ സ്വതക്കയെ മാറ്റാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ജുമാ കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ സ്വാഭാവികമായും ആ പള്ളിയുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട് നല്ലൊരു സഹകരണം എല്ലാവരും നിർവഹിക്കണം. സ്ത്രീകളത് ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് അതുമായി സഹകരിക്കാൻ സാധിക്കാത്ത ആളുകൾ ഈ പള്ളി നടത്തിക്കൊണ്ടുപോകുന്ന ആളുകളുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്ത ദിവസങ്ങളിലും അവർക്കത് നൽകാനുള്ള അവസരമുണ്ടാകും. അതെന്റെ സഹോദരങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. അതോടൊപ്പം തന്നെ സാധാരണ സക്കാത്തും റമദാനും തമ്മിൽ യാതൊരു ബന്ധമുള്ള മാസമല്ല. പക്ഷെ എല്ലാവരും സക്കാത്ത് കൊടുക്കാൻ തെരഞ്ഞെടുക്കുന്ന മാസം റമദാൻ മാസമാണ്. നമ്മുടെ ഈ പള്ളിയിലും ഈ പള്ളിയുടെ നേതൃത്വത്തിൽ സക്കാത്ത് സംവിധാനം ആരംഭിച്ചിട്ടുണ്ട്. സക്കാത്ത് കൊടുക്കണമെന്ന് കൃത്യമായി ആളുകളിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇവിടെ അതിനുള്ള സൗകര്യമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈ ചെറിയ ആയുസ്സിനെ ഏറ്റവും നന്നായി ഉപയോഗിച്ച് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുടെ അല്ലാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടുപോയ ആളുകളുടെ അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ധാരാളം സഹോദരങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്, കുടുംബങ്ങളുണ്ട്. അല്ലാഹു അവർക്ക് നല്ല ജോലി നൽകി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജയിലുകളിൽ നിരപരാധികളായി കഴിയുന്ന ആയിരക്കണക്കിന് മനുഷ്യരുണ്ട്. അല്ലാഹു അവരെ മോചിപ്പിക്കുമാറാകട്ടെ.
വിശുദ്ധ റമദാനിലെ അവശേഷിക്കുന്ന നോമ്പുകൾ നോൽക്കാനും രാത്രിയിൽ നമസ്കാരം നിർവഹിക്കാനും അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين.